നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 269th day. Today 40th sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 269 ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 40ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 4ാമത്തെ അധ്യായത്തിലെ 40ാമത്തെ ശ്ലോകം. ന യാസ്യസി സുഖം പുത്ര യഥാ ദേവഃ ഹോത് യഥാ ദേവഃ ദോദ്യമ അധോ ഹഠേന യുക്തോസി ഹർത്തിനം ഹി വധാമ്യഹം. ഓം ശ്രീകൃഷ്ണായ നമ. ന യാസ്യസി സുഖം പുത്രാദ്യഥാ ദേവഃ ദോദ്യമ അധോ ഹഠേന യുക്തോസി ഹർത്തിനം കിം വധാമ്യഹം. ഓം തത്സത്. ആ സന്യാസി വീണ്ടും ബ്രാഹ്മണനോട് പറയുകയാണ്, ഇനി അഥവാ അങ്ങേക്ക് പുത്രനുണ്ടായാലും ആ പുത്രൻ മൂലം നിങ്ങൾക്ക് സുഖമുണ്ടാവുകയില്ല. പൂർവജന്മ കർമ്മത്താൽ നിങ്ങൾ പൂർവജന്മ കർമ്മഫലത്താൽ, അതായത് പൂർവജന്മത്തിലുള്ള നിങ്ങളുടെ പാപത്താൽ നിങ്ങളുടെ നിഷ്ഫലപ്പെട്ടു പോകുന്ന പുത്രഭാഗ്യം, ഭഗവാൻ നിനക്ക് അനുവദിക്കാത്ത ആ പുത്രഭാഗ്യം നിനക്ക് എങ്ങനെയെങ്കിലും ലഭിച്ചാലും അതുമൂലം നിനക്ക് സന്തോഷം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ആഗ്രഹം ന്യായമല്ല. യാചകനായി വന്നിരിക്കുന്ന നിന്നോട് ഇതിന് അധികമായി ഞാൻ എന്താണ് പറയേണ്ടത്, എന്താണ് പറയുക? ആദ്യമേ പറഞ്ഞു, എനിക്ക് പുത്രനുണ്ടാകാനുള്ള യോഗ്യതയില്ല, പുത്രനല്ല ഒരു ജീവിതത്തിൻ്റെ സാഫല്യത്തിന് ആവശ്യമെന്ന്. അത് കേട്ടിട്ടും ആ സന്യാസി അതല്ല, എനിക്ക് പുത്രൻ തന്നെ വേണം, പുത്രനുണ്ടായാൽ മാത്രമേ ഈ ജന്മം സഫലമാകൂ എന്ന് വീണ്ടും യാചിച്ചപ്പോൾ, ഇല്ലെങ്കിൽ ഞാൻ പ്രാണത്യാഗം ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ സന്യാസി വീണ്ടും പറയുകയാണ്, ഇനി അഥവാ വല്ല പ്രകാരവും നിനക്ക് പുത്രൻ ഉണ്ടായാൽ തന്നെ ആ പുത്രൻ മൂലം നിനക്ക് സുഖം ഉണ്ടാവുകയില്ല. ദൈവഹിതത്തിന് വിരോധമായി ചെയ്യുന്നതെന്തും നമുക്ക് നന്മയായി ഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നീ ഈ ഉദ്യമം ഉപേക്ഷിക്കുക, നിൻ്റെ ഈ ഉദ്യമം ന്യായമല്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും സന്യാസി പറയുന്നത് കൊണ്ട് പറയുകയാണ്, ഇത്രയും പറഞ്ഞിട്ടും നീ കേൾക്കാത്തപ്പോൾ ഞാൻ എന്താണ്, അല്ലെങ്കിൽ യാചകനായി വന്ന് എന്നോട് ഇങ്ങനെ യാചിക്കുന്ന നിന്നോട് ഇതിന്മേലെ ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് ആ സന്യാസി ആ ബ്രാഹ്മണനോട് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ന യാസ്യസി സുഖം പുത്രാദ്യഥാ ദേവഃ ദോദ്യമ അധോ ഹഠേന യുക്തോസി അർത്ഥിനം കിം വദാമ്യഹം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. ഓം തത്സത്. Thank you for watching. All the best. Have a very good day. God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ.